Hello friends, welcome back to Master Media. ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്ററിന്റെ പാർട്ട് 19ൽ വരുന്ന ചില പോർഷൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത്. സോ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ടൂൾസ് കാറ്റഗറിയിൽ കുറച്ച് ടൂൾസ് കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് കുറച്ച് ടൂൾസ് കൂടെ ഈ ഒരു പാർട്ടിൽ പഠിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പാർട്ട് മുതൽ അഡോബി ഇല്ലസ്ട്രേറ്ററിന്റെ 2020 വേർഷൻ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചതൊക്കെ സോഫ്റ്റ്വെയറിന്റെ കുറച്ച് ലോവസ്റ്റ് വേർഷനിലായിരുന്നു. പക്ഷെ ഈ ഒരു പാർട്ട് മുതൽ 2020ലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അഡ്വാൻസ് ആയിട്ടുള്ള പല ഓപ്ഷൻസും പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അതൊരു അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയറിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ 2020ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ആദ്യമായി അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാം. കാരണം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടൂൾസ് ബാറിന്റെ സ്റ്റൈലുകളിലൊക്കെ ചെറിയ മാറ്റം വരും. ടൂൾസിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും അതിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി പാനലൊക്കെ വന്നിരിക്കുന്നത് സൈഡിലേക്കാണ്. സാധാരണ ഈ ടോപ്പ് സൈഡിൽ ആക്സസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ അത് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ടോട്ടൽ അപ്പിയറൻസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ ഞാൻ അവിടെ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഐഡ്രോപ്പർ ടൂളും അതുപോലെ തന്നെ മെഷർ ടൂളും ആണ്. ഐഡ്രോപ്പർ ടൂളിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഐ ആണ്. ഐഡ്രോപ്പർ ടൂൾ മുൻപ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തതാണ്. പക്ഷെ അതൊരു ടൂളായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൾട്ടി കളർ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്തു. സോ ആദ്യം കളർ പിക്ക് ചെയ്യാൻ വേണ്ടി, പേര് പോലെ തന്നെ കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഐഡ്രോപ്പർ ടൂൾ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് വരച്ചു. ഇനി ഇതിലുള്ള ഒരു കളർ ഞാൻ ഈ ഷേപ്പിലേക്ക് പിക്ക് ചെയ്തെടുക്കുകയാണ്. അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ പിക്ക് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇവിടെ ഈ താഴെ കാണുന്ന പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പോർഷൻ ക്ലിക്ക് ചെയ്തു. ആ ഒരു പിങ്ക് കളർ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എവിടുന്നാണോ കളർ പിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ട ആ ഒരു ടാർഗറ്റ് പോർഷനിലേക്ക് ആ കളർ അപ്ലൈ ആവും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഓരോ കളർ ഷെയ്ഡ് പിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലെ കളർ പൂർണ്ണമായി മാറുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഡിസൈൻസിൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു കളർ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫയലിലുള്ള എക്സാക്ട് ആയിട്ടുള്ള കളറുകൾ നമുക്ക് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലയന്റ് ഒരു ലോഗോ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ആ ലോഗോ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ വിസിറ്റിംഗ് കാർഡ് ആവാം, അതല്ലെങ്കിൽ ഫ്ലെയറോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ ലോഗോയിൽ വരുന്ന ആ ഒരു കളർ ടോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോ അതല്ലെങ്കിൽ അതിൽ വരുന്ന മറ്റേതെങ്കിലും ഡിസൈൻസ് സെറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തെടുത്താൽ മാത്രമേ ആ കളർ നമുക്ക് ആ ഡിസൈനിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആണ് അതിന്റെ ഷോർട്ട് കീ. ഇനിയിപ്പോ ഒരു സോളിഡ് കളർ മാത്രമല്ല, ഏതെങ്കിലും ഗ്രേഡിയന്റ് ആയിട്ടുള്ള എഫക്റ്റുകളാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് വരെ നമുക്ക് ഇത് വെച്ച് പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഷേപ്പിലേക്ക് ഒരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ മറ്റൊരു ഷേപ്പ് വരച്ചു. ഈ ഒരു ഷേപ്പിലേക്ക് എനിക്ക് ആ മുകളിലത്തെ റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഗ്രേഡിയന്റ് വേണം. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയി ഞാൻ ഐ പ്രസ് ചെയ്ത് ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിലുള്ള ആ ഗ്രേഡിയന്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ നമ്മൾ പുതിയതായിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് നിലവിലുള്ള ഗ്രേഡിയന്റ് എഫക്റ്റ് അപ്ലൈ ആയി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് കംപ്ലീറ്റ് നമ്മൾ വരച്ച പുതിയ ഷേപ്പിലേക്ക് പിക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഡാർക്ക് ബ്ലൂന്ന് ലൈറ്റ് ബ്ലൂയിലേക്ക് അങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടുന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ കളർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, ഗ്രേഡിയന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് സിമ്പിൾ തന്നെയാണ്. ഇത് ഇമേജ് ഫോർമാറ്റ് ഉള്ളതാണ്, പക്ഷെ ഇത് വെക്ടർ ഫോർമാറ്റിലാണ്. അപ്പൊ വെക്ടർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും മറ്റേത് തരത്തിലുള്ള ഗ്രാഫിക്സ് ആണെങ്കിലും വെക്ടർ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും നമ്മളുടെ ആ ഒരു ടാർഗറ്റ് ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഐഡ്രോപ്പർ ടൂളിന്റെ മറ്റൊരു ഉപയോഗമാണ് നമുക്ക് സ്റ്റൈലുകൾ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. സ്റ്റൈലുകൾ, പ്രത്യേകിച്ച് ഫോൺ സ്റ്റൈലുകൾ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ മീഡിയ എന്നുള്ള ഒരു ടെക്സ്റ്റ്, ഒരു ഫോണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചാണ്. അത് കൂടാതെ തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മാസ്റ്റർ മീഡിയ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിന്റെ സൈസ് ഒന്ന് വലുതാക്കി. ഇനി എനിക്ക് തൊട്ട് മുകളിൽ ഈ കാണുന്ന മാസ്റ്റർ മീഡിയ എന്നുള്ള ആ ഒരു സ്റ്റൈല്,
ആ ഒരു ഫോണ്ട് സ്റ്റൈല്, അതിന്റെ ബോൾഡ്നെസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിലേക്ക് അതിനെ പിക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ ഐ ഡ്രോപ്പർ ടൂൾ എടുത്തു. ഐ പ്രസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ആ ഒരു സെയിം സ്റ്റൈലിലേക്ക് നമ്മൾ രണ്ടാമത് ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ടെക്സ്റ്റ് മാറിക്കഴിഞ്ഞു. അതിന്റെ സൈസും അതിന്റെ കളറും അതിന്റെ ഫോണ്ട് സ്റ്റൈലും എല്ലാം സെയിം ആയിട്ട് നമുക്ക് ആ ഒരു പിക്കിങ്ങിലൂടെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ പിക്ക് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇത്തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈലുകളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് പിക്ക് ചെയ്തെടുക്കാനും കൂടി സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലെയർ ഡിസൈൻ ചെയ്യണം. അപ്പൊ ഈ ഫ്ലെയർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റിന്റെ അടിയിലൊക്കെ നമ്മൾ പല പേരുകൾ കൊടുക്കും. അപ്പൊ ആ പേരുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ചേഞ്ചസ് വേണം തോന്നണം. അതിന്റെ ടെക്സ്റ്റ് സൈസിലോ അല്ലെങ്കിൽ കളറിലോ അല്ലെങ്കിൽ ഫോണ്ടിലൊക്കെ ഒരു യൂണിഫോമിറ്റി വെച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വേണം. അപ്പൊ നമുക്ക് ഓരോ ടെക്സ്റ്റും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് ടൈം ഒരുപാട് എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റൈലുകളൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ട് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാർട്ടിൽ നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഐ ഡ്രോപ്പർ ടൂളിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ടൂളാണ് മെഷർ ടൂൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ആവശ്യാനുസരണം ഏതെങ്കിലും ഒരു ഭാഗത്തെ മെഷർമെന്റ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മെഷർ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കാറ്. അപ്പൊ ഈ ഒരു ടൂള് പരിചയപ്പെടാൻ വേണ്ടിയിട്ടും ഞാനിവിടെ റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് കുറച്ച് ഷേപ്പുകൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഷേപ്പ് വരച്ചു. അതിനുശേഷം ഇതിന്റെ കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ സെലക്ട് ചെയ്തു. എനിക്കിനി ഈ ടോപ്പിൽ കാണുന്ന എഡ്ജ് മുതൽ ഇവിടെ ഈ താഴെ ഭാഗത്തുള്ള ഈ ഒരു എഡ്ജ് വരെയുള്ള ഇതിന്റെ ഹൈറ്റ് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു മെഷർമെന്റ് എത്രയാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ മെഷർ ടൂൾ സെലക്ട് ചെയ്ത് ഈ ടോപ്പ് ഏരിയയിലുള്ള എഡ്ജിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു താഴേക്ക്. എനിക്ക് വേണ്ട ആ ഒരു എഡ്ജ് വരെ ഡ്രാഗ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ മെഷർ ടൂൾ എടുത്തപ്പോൾ തന്നെ ഇവിടെ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ അപ്പിയർ ആയിട്ടുണ്ട്. ഇൻഫോ പാനലിലെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഡബ്ല്യു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു മെഷർമെന്റ് ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു മെഷർമെന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡബ്ല്യു മീൻസ് വിഡ്ത്ത് ആണ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത് ഹൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരച്ച ഉടനെ തന്നെ ഇവിടെ ഹൈറ്റ് നമുക്ക് കാണാം 9.6 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഭാഗം മുതൽ താഴത്തെ ഈ ഒരു ഏരിയ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് മെഷർമെന്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാനിതാ ഇവിടെ ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 4.1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ മെഷർമെന്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണോ ഡ്രാഗ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ വിഡ്ത്തും ഹൈറ്റും ഇൻഫോ പാനലിൽ ചേഞ്ച് ആവുന്നുണ്ട്. ഇനി വിഡ്ത്തും ഹൈറ്റും മാത്രമല്ല, നമുക്കൊരു ആംഗിൾ ആണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് മെഷർ ടൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന മുകളിൽ കാണുന്ന ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിനെ ഒന്ന് ചെരിച്ചു വെച്ചു. ഈ ചെരിവ് എത്രയാണെന്നുള്ളത് എനിക്ക് അറിയണം, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ വീണ്ടും മെഷർ ടൂൾ ഉപയോഗിച്ചു. അതിന്റെ ഈ ഒരു താഴെ ഭാഗത്തുള്ള ഈ പോയിന്റ് മുതൽ മുകളിലേക്കുള്ള ഈ ഒരു ഡയറക്ഷൻ വരെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കാണാം 117, അതായത് 117.98 ഡിഗ്രിയാണ് ആ ഒരു ചെരിവ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആംഗിളും മെഷർ ടൂൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ആക്സിസിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ചെരിവിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. നോർമൽ കേസിൽ നമ്മളിപ്പോൾ റെക്ടാങ്കിൾ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷനിൽ വന്നു കഴിഞ്ഞാൽ വിഡ്ത്തും ഹൈറ്റും ഇവിടെ കാണിക്കും. പക്ഷെ നമുക്കൊരു പ്രത്യേക ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയുടെ അളവ് അറിയണം. അപ്പൊ നമ്മളിപ്പോ ഞാനിവിടെ റൂളറൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ ഞാനിവിടെ റൂളർ സെറ്റ് ചെയ്താൽ എനിക്ക് അറിയണം ഏകദേശം ഇതിന്റെ ഈ ഒരു സ്പേസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ വീണ്ടും മെഷർ ടൂൾ ഉപയോഗിച്ച് ആ ഒരു റൈറ്റ് സൈഡ് എഡിൽ നിന്ന് ഇപ്പൊ വരച്ചിട്ടുള്ള ഗ്രിഡ് ലൈൻ ഏരിയ വരെ ഒന്ന് വരച്ചു കൊടുത്തു. ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് അത് കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരുന്നത്. ഇനി അതല്ല, കുറച്ച് ചെരിവിലാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് റിലീസ് ചെയ്തിട്ടും ഡ്രോ ചെയ്യാവുന്നതാണ്. കറക്റ്റ് നമുക്ക് അതിന്റെ ആ ഒരു സ്പേസ് എത്രയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാനിവിടെ വരച്ചിരിക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2.7 സെന്റിമീറ്റർ ആണ്. അത് മൈനസ് ആയിട്ടും പ്ലസ് ആയിട്ടും വരാറുണ്ട്, നമ്മൾ വരയ്ക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് പ്ലാൻസ് ഒക്കെ അധികം വരയ്ക്കുന്നത് ഓട്ടോകാഡ് പോലത്തെ സോഫ്റ്റ്വെയറിനാണ്. പക്ഷെ ചില കേസിലൊക്കെ നമ്മൾ ഇന്റീരിയറിന്റെ ഏതെങ്കിലും പ്രത്യേക പോർഷൻസ് ഒക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലസ്ട്രേറ്റർ പോലത്തെ സോഫ്റ്റ്വെയറിനെ ഡിപെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ മെഷർ ടൂൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും.
സോ അപ്പൊ ഞാൻ ഇന്ന് രണ്ട് ടൂൾസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഐ ഡ്രോപ്പർ ടൂള്, മറ്റൊന്ന് മെഷർ ടൂള്. അപ്പൊ ഈ രണ്ട് ടൂളും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ വരികയാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയോ അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ AI സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.